ഭരണ സംവിധാനത്തെ പൊളിച്ചു മാറ്റണം, പൊളിച്ചെഴുതണം, സിസ്റ്റം മാറ്റണം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ഇവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളും ഉണ്ട്. ആദ്യത്തെ വർഷത്തെ ആവേശം 3-ാമത്തെ വർഷമോ 4-ാമത്തെ വർഷമായപ്പോൾ ഇല്ല. അവർ പറയുന്നത് ഇതൊന്നും നടക്കുകയില്ല എന്നുള്ള മട്ടില്ല. അല്ലെങ്കിൽ ഇതിനൊക്കെ കണ്ടമാനം ഡിലേ ഉണ്ടാക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മേലെ അടയിരിക്കുകയാണ്. ഇത് എത്രയോ ഉദ്യോഗസ്ഥർ എത്ര തട്ടുകളായിട്ട് ഇത് പ്രോസസ്സ് ചെയ്തു വന്നാലാണ് ഒരു ഫയലിൻ്റെ കാര്യം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തുന്നത്. ചില മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് വലിയ വിഷനില്ലായ്മയുടെ പ്രശ്നമുണ്ട്. പക്ഷേ വിഷനുള്ളവരും പ്രാപ്തിയുള്ളവരുമായ ധാരാളം മന്ത്രിമാരുണ്ട് നമുക്ക്. പക്ഷേ ഈ തടസ്സം ഉണ്ടാകുന്നത് പലതും ഈ ഉദ്യോഗസ്ഥ സംവിധാനം, ഉദ്യോഗസ്ഥരെല്ലാം മോശക്കാരായതുകൊണ്ടല്ല, അവരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഉള്ളത്. കൂടാതെ ഏതെങ്കിലും കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവരുടെ വലിയൊരു സംഘടനാ ബലം കൊണ്ട് അതിനെ അങ്ങ് തകർക്കുകയും ചെയ്യും. അവർക്ക് നാടിനോടുള്ളതിനേക്കാൾ പ്രതിബദ്ധത അവരോട് തന്നെയാണ്. മനസ്സിലായില്ലേ? അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി പ്രയോഗിച്ച് അവരുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറം നാടിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്തവരാണ് ഏതാണ്ട് ഒരു 70% ഉദ്യോഗസ്ഥരും. ഇതിനെയൊക്കെ പരിഷ്കരിക്കുന്ന ഒരു സംവിധാനം വന്നെങ്കിൽ മാത്രമേ, കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ ഈ ഉദ്യോഗസ്ഥ സംഘടനകളെ ആവശ്യമാണ്. അവരുടെ വോട്ട് ബാങ്കുകളാണ് അതൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രഷർ അതിൻ്റെ മേലെ ഇടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വിഷ്വസ് സർക്കിളാണ്